കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത് മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദിന്റെ പേര് മാത്രമാണുള്ളത്. എന്തായാലും നിർണായകമായ ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ 28-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പാളയത്തെ നടു റോഡിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും യദുവും തമ്മിലായിരുന്നു ഒരു പ്രശ്നം നടക്കുന്നത്. അതായത് ഈ പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തിൽ വെച്ച് ഈ പ്രശ്നം നടന്നതിന് ശേഷം ഈ ബസ് ഡ്രൈവറുടെ അതായത് യദുവിൻ്റെ ജോലി നഷ്ടമാകുകയും അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ മേയറും ഈ യദുവും പരാതി നൽകുകയും ചെയ്തു. ഈ യദുവിൻ്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: മേയർ നടു റോഡിൽ വെച്ച് തൻ്റെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തി അസഭ്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ആര്യ രാജേന്ദ്രനും പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ഈ യദു ആംഗ്യ രീതിയിൽ തന്നെ മോശം രീതിയിൽ നോക്കി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. കെഎസ്ആർടിസി ബസ്സിലെ CCTV ദൃശ്യങ്ങളടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കേസ് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ യദു ഈ പോലീസ് അന്വേഷിക്കേണ്ട, കോടതിയിൽ നേരിട്ട് അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ യദു പറയുന്നത് ഈ ഒരു കുറ്റപത്രം പുറത്തു വന്നതിന് പിന്നാലെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നടപടികൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരാതി നൽകാൻ വേണ്ടി യദു തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാനുസ്, തിരുവനന്തപുരം.